അപ്പോഴേ വിഭൂതി ബുദ്ധനായിട്ടേ പച്ചക്കറി ആണ്ടാ പള്ളിയിലൊക്കെ പോയി കുരിശൊക്കെ ഇട്ടിട്ടാ കുരിശ് മാന്യം കേട്ടാ അപ്പോൾ ഉണ്ടാക്കിയത് എന്താണെന്നറിയാമോ? വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കി കേട്ടോ. വറുത്തരച്ച സാമ്പാറിൽ കഷ്ണങ്ങളൊക്കെ മുങ്ങിത്തപ്പിടും കേട്ടോ. അധികം കഷ്ണങ്ങൾ ഇടില്ല. ഇവിടെ ചാറാണ് ഇഷ്ടം, അത് കാരണമാണ് അങ്ങനെ ചെയ്തത്. പിന്നെ കട്ടിപ്പരിപ്പ് ഉണ്ടാക്കി. കട്ടിപ്പരിപ്പൊക്കെ സിമ്പിൾ കട്ടിപ്പരിപ്പാണ് കേട്ടോ, പൊങ്കാല ഇടലേട്ടായിരുന്നു. പിന്നെ മിന്നാന്ന് ഉണ്ടാക്കിയ പുളിയിഞ്ചിയുടെ ബാക്കിയുണ്ടായി, അതെടുത്തു. പപ്പടം കാച്ചി, അച്ചാറുണ്ട് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ. അപ്പോഴേ ഇന്ന് വിഭൂതി ബുദ്ധനായിട്ട് അല്പം കട്ടിപ്പരിപ്പ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പോൾ ഞാൻ പരിപ്പൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കിലോത്തോളം പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ കുക്കറിൽ ഇടാറില്ല കേട്ടോ കട്ടിപ്പരിപ്പ് വെക്കുമ്പോൾ. ചെറുതീയിലിട്ട് റെഡിയാക്കിയാണ് ചെയ്യണത്. അപ്പോൾ അല്പം ഉപ്പിട്ട് കൊടുക്കാം, ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഒരു സവാളയും 2 പച്ചമുളകും ഒരു 3 അല്ലി വെളുത്തുള്ളിയുണ്ട്, ഇട്ട് കൊടുക്കാം. എൻ്റെ കട്ടിപ്പരിപ്പ് ഇതാണ് കേട്ടോ, സിമ്പിൾ കട്ടിപ്പരിപ്പാണ്. തേങ്ങയൊന്നും അരച്ചിടാറില്ല, ഇങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റും ആയിരിക്കും, അത്യാവശ്യം നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഈ എണ്ണ ഒഴിക്കണത് തിളച്ച് പൊങ്ങാതിരിക്കാനാണ് കേട്ടോ. പരിപ്പ് അല്ലെങ്കിൽ തിളച്ച് പൊങ്ങും. അപ്പോൾ ചെറുതീയിലിട്ട് ഇങ്ങനെ കുതിർന്ന് വെന്ത് റെഡി ആവണം. അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ചെറുതീയാണ് ഞാൻ ഇട്ടേക്കണം കേട്ടോ. ഇതൊന്ന് റെഡിയായി വരട്ടെ. അപ്പോൾ നമ്മുടെ പരിപ്പ് കട്ടി നോക്കാം കേട്ടോ. കട്ടിപ്പരിപ്പ് വെന്ത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരെങ്കിൽ അല്പം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇത്ര മതി. നമ്മൾ ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇറക്കണത്. അപ്പോൾ എൻ്റെ സിമ്പിളായിട്ടുള്ള കട്ടിപ്പരിപ്പ് ഇതാണ് കേട്ടോ. തേങ്ങ അരച്ചൊന്നും ഞാൻ ഇടാറില്ല, താളിച്ചിടാറില്ല. ഇതാണ് എൻ്റെ കട്ടിപ്പരിപ്പ്. ഇങ്ങനെ വെക്കണതാണ് ഇവിടെ ഇഷ്ടം. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് സംഭവമാണ് കേട്ടോ ഇത്. അപ്പം ഞാൻ വല്ലപ്പോഴേ ഉണ്ടാക്കാറുള്ളൂ. ഓണത്തിനും വെക്കും, ഇതുപോലെ വിഭൂതി ബുദ്ധൻ, വെള്ളിയാഴ്ച അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിത് വെക്കാറില്ല കേട്ടോ. പിന്നെ അവൻ കൊതി പറയുമ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കും. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്ന് ഇത് കട്ടയാവും കേട്ടോ. അപ്പോഴേ നമുക്കിന്ന് കുറച്ച് സാമ്പാർ ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ കുറച്ച് പരിപ്പെടുത്തിട്ടുണ്ട്, കഴുകി നീറ്റാക്കിയതാണ്, ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മുടെ സിമ്പിൾ സാമ്പാറാണ് കേട്ടോ ഇത്. വെള്ളം ഒഴിച്ച് കൊടുക്കാം. കഷ്ണങ്ങളൊന്നും അധികം ഇല്ല, 2-3 കഷ്ണം മാത്രമേ ഞാൻ ഇടാറുള്ളൂ. വറുത്തരച്ചാണ് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഉള്ളി ഒരു 8-10 ഉള്ളിയുണ്ട് പൊളിച്ചത്, കട്ട് ചെയ്തിട്ടില്ല, അങ്ങനെ തന്നെ ഇട്ടേക്കണ്. ഒരു സവാള, 2 പച്ചമുളക്, ഒരു 5-6 വെളുത്തുള്ളി കട്ട് ചെയ്തത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഒരു 3 വിസിൽ കഴിയട്ടെ. സാമ്പാറിൻ്റെ പരിപ്പൊക്കെ വെന്തിട്ടോ. നമുക്കിതിലേക്ക് ഇനി ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു വലിയ തക്കാളി, പിന്നെ ഒരു ഉരുളൻകിഴങ്ങ്, 2 ചെറിയ ക്യാരറ്റ്, ഇത്ര മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇതങ്ങനെ ഇട്ട് കൊടുക്കാം. ഇനി വെണ്ടക്കയും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഞാൻ കഷ്ണങ്ങൾ അധികം ഇടാറില്ല. ഇവിടെ എല്ലാവർക്കും ചാറാണ് ഇഷ്ടം, കഷ്ണങ്ങളിനോട് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. ഒരു 2 വിസിൽ ഇടാം നമുക്ക്. 2 വിസിൽ വന്നതിന് ശേഷം നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമേ സാമ്പാറിന് ആവശ്യമായ പീര ഒന്ന് വറുത്തെടുക്കാം. ഒരല്പം പീര എടുത്തിട്ടുണ്ട്, ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഒരു ചെറിയ മുറി തേങ്ങയുടെ പീരയാണ്.
അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറൊക്കെ നല്ലോണം ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഇത് അടിച്ചെടുക്കുന്നത്. അല്പം പോലും വെള്ളമില്ലാതെയാണ് അടിച്ചെടുക്കുന്നത്. എന്നാലേ ആ സാമ്പാറിന് ആ കറുത്ത കളർ കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ പീര ഒന്ന് മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇതിലിപ്പോൾ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ സാമ്പാർ പൊടി ഉപയോഗിക്കാറില്ല കേട്ടോ. ഞാൻ ഈ പൊടികളെല്ലാം കൂടി എടുക്കുക ചെയ്യണത്. മേടിക്കാറുമില്ല സാമ്പാർ പൊടി. തീയൊക്കെ ഓഫ് ചെയ്യാം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ അടിച്ചെടുക്കാം. അപ്പം നമുക്ക് സാമ്പാർ റെഡിയാക്കാം കേട്ടോ. ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. ഈ പാനിലാണ് ഞാൻ വെക്കുന്നത്. എണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അല്പം കടുക് പൊട്ടിക്കാം. ഇനി ഇതിലേക്ക് 2-3 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വെണ്ടക്ക ആണ്. ഇതിൽ 4 വെണ്ടക്ക എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ നോളപ്പൊന്ന് മാറട്ടെ, വാഴട്ടെ. ഇനി ഇതിലേക്ക് നമുക്ക് പരിപ്പും ഉരുളൻകിഴങ്ങും ക്യാരറ്റും കൂടിയുള്ള അങ്ങനെ ഇട്ട് കൊടുക്കാം. പുളിയാണ്, പുളി ഇട്ട് കൊടുക്കാം. വറുത്തരച്ച അരപ്പാണ് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം ഒട്ടും തൊടാതെയാണ് ഞാനിത് അരച്ചെടുത്തേക്കണേ കേട്ടോ. അങ്ങനെ എടുക്കുമ്പോഴേ ഈ കളറ് കിട്ടുള്ളൂ കേട്ടോ. നല്ല കറുത്ത കളറ് കിട്ടണമെങ്കിൽ ഇങ്ങനെ വെള്ളം തൊടാതെ തന്നെ അരച്ചെടുക്കണം. ജാറ് കഴുകിയ വെള്ളവും കൂടി അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. ഇത് ചൂടുവെള്ളത്തിലാണ് കേട്ടോ ഞാൻ കഴുകിയെടുത്തത്. നന്നായിട്ട് തിളക്കട്ടെ. അപ്പം നമുക്ക് സാമ്പാർ നോക്കാം കേട്ടോ. വെണ്ടക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഇത്ര മതി. അങ്ങനെ നമ്മുടെ വറുത്തരച്ച സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം നമുക്ക് 2-3 പപ്പടം കൂടി വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ കഴിക്കാം. അപ്പോൾ സാമ്പാർ അല്പം എടുക്കട്ടെ കേട്ടോ. എനിക്ക് ചാറാണ് കേട്ടോ ഇഷ്ടം. പിന്നെ വെണ്ടയ്ക്ക ഞാൻ ഇതിൻ്റെ വെണ്ടയ്ക്കയാണ് എടുക്കണം കേട്ടോ. വെണ്ടയ്ക്ക തിരിഞ്ഞെടുക്കും ഞാൻ. ആകെ വെണ്ടയ്ക്കയും ക്യാരറ്റും ഉരുളൻകിഴങ്ങും മാത്രമേ ഇട്ടിട്ടുള്ളൂ കേട്ടോ. വേറെ കഷ്ണങ്ങളൊന്നും ഇട്ടിട്ടില്ല, ഇടാറില്ല. ഇതൊക്കെ തന്നെ ഇടുള്ളൂ. പിന്നെ കട്ടിപ്പരിപ്പാണ്. കട്ടിപ്പരിപ്പ് ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ മോൻ്റെ ഫേവറേറ്റ് സംഭവമാണിത്.
പിന്നെ പുളിയിഞ്ചിയാണ്, ഒരല്പം പുളിയിഞ്ചി എടുക്കാം. ഒരു പപ്പടം എടുക്കാം. അച്ചാറുണ്ട്, അച്ചാറത്തിൽ എടുക്കണം. എന്നാലും ഈ സാമ്പാറും കൂട്ടി ഒന്ന് നോക്കട്ടെ കേട്ടോ. വറുത്തരച്ചിട്ടപ്പോഴേ അടിപൊളി കേട്ടോ. പിന്നെ ഈ കട്ടിപ്പരിപ്പിനൊന്നും എടുക്കട്ടെ. പപ്പടമൊക്കെ കുഴച്ച് ഒരു ചെറിയൊരു സദ്യ കേട്ടോ അത്. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. വറുത്തരച്ച് വെച്ച സാമ്പാർ, കട്ടിപ്പരിപ്പ്, പുളിയിഞ്ചി, പപ്പടം, അച്ചാർ. നിങ്ങളെല്ലാവരും കഴിച്ചോ? എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടു കൂടി ബായ്.